ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഒരു കാർ ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ ഗിയർ ഇട്ട വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? എത്ര ഓടിച്ചിട്ടും നിങ്ങൾക്ക് ഗിയർ ക്ലിയർ ആകാതെ ഇടുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ സ്കിപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായ്മയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. ഞാൻ നിങ്ങളെ ഒരു പുതിയ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റില്ല. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ തെളിയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും വാഹനം ഓടിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ചെറിയൊരു ഗിയർ ലിവറിൻ്റെ ആനിമേഷൻ ചെയ്ത ഒരു രൂപം കൂടെ ഇവിടെ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനത്തിൻ്റെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഗിയർ താഴോട്ടൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് വണ്ടിയുടെ ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗിയർ ലിവറിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളപ്പെടുത്തിയതിൽ ഈ നടുഭാഗത്ത് വരുന്ന ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രലാണ്. ഇപ്പോൾ ഞാൻ ആ ന്യൂട്രൽ പൊസിഷനിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ ന്യൂട്രലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ന്യൂട്രൽ സെൻറ്റർ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ കിടക്കുന്നത്, അതായത് നടുഭാഗത്താണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലും വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രലാണ്. ഇവിടുന്ന് നടുക്കോട്ട് വന്നാലും വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രലാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നാലും വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രലാണ്. അപ്പം ഇത്രയും ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രലാണ്. അപ്പോൾ ഈ ന്യൂട്രൽ പൊസിഷനിൽ മുകൾ ഭാഗത്തായിട്ട് 3 ഗിയറുകളുണ്ട്. ഏതൊക്കെ? ഫസ്റ്റ് ഗിയർ, തേർഡ് ഗിയർ, ഫിഫ്ത്ത് ഗിയർ. ഇനി ഈ ന്യൂട്രൽ പൊസിഷന് തൊട്ട് താഴെയായിട്ട് 3 ഗിയറുകളുണ്ട്. സെക്കൻഡ് ഗിയർ, ഫോർത്ത് ഗിയർ, റിവേഴ്സ് ഗിയർ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നടുഭാഗം ന്യൂട്രൽ. ഇനി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂട്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതൊരു ഗിയറായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മുടെ വണ്ടി ഒരു കയറ്റത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിടുവാണ്. നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രലിലേക്ക് നമ്മൾ ആക്കുന്നു. ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടില്ല. ബ്രേക്കിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? വണ്ടി കയറ്റത്ത് മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളായി പോകും. കാരണം ഒരു തരത്തിലുള്ള പിടുത്തമില്ല. വണ്ടിയുടെ ടയർ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഇറക്കത്താണെങ്കിൽ എന്ത് ചെയ്യും? മുന്നോട്ടൊരുണ്ടു പോകും. ഇതാണ് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രൽ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇങ്ങേയറ്റം മേളിലാണ്. അതായത് ലെഫ്റ്റ് സൈഡ് മേളിൽ ഇവിടെയാണ് ഫസ്റ്റ് ഗിയർ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ഈ ലിവർ സെൻറ്റർ പോയിന്റിലായിരിക്കും ന്യൂട്രലാക്കുന്ന സമയത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക. ചേർത്തിട്ട് മേളിലേക്ക് തള്ളാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. നിങ്ങളിൽ പല ആൾക്കാരും ഈ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെ നടുഭാഗമായിട്ട് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഇവിടെ മാത്രമാണ് ന്യൂട്രലായിട്ട് കണക്ക് കൂട്ടുന്നത്. എന്നാൽ നടുഭാഗം മാത്രമല്ല, നടുഭാഗം ലെഫ്റ്റ് സൈഡ് ന്യൂട്രലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മേളിലേക്ക് നമ്മൾ ചേർത്തിട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതിടാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ കൈ ഇങ്ങനെ പിടിക്കുക തിരിച്ച്. അതായത് ഇതിന് പാം മെത്തേഡ് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിലും ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ ലിവർ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് ദേ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുത്താൽ ലിവർ സെൻറ്ററിലേക്ക് വരും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് താഴോട്ടിട്ടാൽ നമുക്ക് വീഴുന്നത് ഫോർത്ത് ഗിയർ ആയിരിക്കും. നമുക്ക് സെക്കൻഡ് ഗിയർ ആണ് വേണ്ടത്. ആ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ സൈഡിലേക്ക് പരമാവധി ബലം കൊടുത്ത് ന്യൂട്രൽ പൊസിഷൻ ഇടത്ത് ചേർന്ന് വരിക. എന്നിട്ട് തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇതുപോലെ കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ലിവർ സെക്കൻഡ് ഗിയറിൽ ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? എൻ്റെ ഗിയർ വരേണ്ടത് ഈ പൊസിഷനിലാണ് വരേണ്ടത്. മനസ്സിലായോ? അതായത് നടുഭാഗത്ത് ഈ പൊസിഷനിലെത്തണം. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, ഈ സെക്കൻഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ലിവർ ഈ ഒരു സൈഡിലേക്ക്, അതായത് ഇങ്ങനെ വന്ന് ലെഫ്റ്റ് സൈഡിൻ്റെ ഈ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നിട്ട് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ലിവർ നടുക്കോട്ട് വരും. അതായത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്കത് തേടിടാനായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗിയർ ലിവർ ഈ ലെഫ്റ്റ് സൈഡ് വന്ന് നടുഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ നടുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേടിടാനായിട്ട് എളുപ്പമാണ്. കാരണം ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിലേക്കും കൂടുതൽ ബലം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ചുമ്മാ സിമ്പിളായിട്ട് ഇതേ കൈ ഇങ്ങനെ അങ്ങ് പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് തേർഡ് ഗിയറിലേക്ക് വരും. മനസ്സിലായോ? ഫസ്റ്റ് ഗിയറിലേക്ക് പോകത്തില്ല, ഫിഫ്ത്തിലേക്കും പോകത്തില്ല. കാരണം എന്താണ്? കാരണം ഫസ്റ്റിലേക്കോ ഫിഫ്ത്തിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ എത്തിയിട്ട് ഒരു സൈഡിലേക്ക് ബലം കൊടുത്ത് ലിവറിനെ ചേർക്കണം. അപ്പോൾ നമുക്ക് തേർഡ് ഇടാനായിട്ട് സിമ്പിളാണ്. സെക്കൻഡിൽ നമുക്കിത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടുക, ലിവർ കറക്റ്റ് നടുഭാഗത്തേക്ക് വരും, ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേർഡ് ഗിയർ നമുക്ക് തെറ്റാതിടാനായിട്ട് കഴിയും. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇട്ടാൽ മതി. ഇനി ഫോർത്ത് കൊടുക്കാനും സിമ്പിളാണ്. കാരണം എന്ത് ചെയ്യുക? കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് താഴോട്ടിട്ടാൽ ലിവർ കറക്റ്റ് നടുഭാഗത്ത് വരും. ന്യൂട്രൽ പോയിന്റിൽ ഇങ്ങോട്ടും പോകില്ല, ഇങ്ങോട്ടും പോകില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ച് ഒന്ന് താഴോട്ട് തട്ടിക്കൊടുത്താൽ ഫോർത്ത് ഗിയർ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ കഴിയും. മനസ്സിലായോ? ഇനി നമുക്ക് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് മേലേക്ക് തട്ടുക, ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് പരമാവധി ലിവറിനെ എത്തിക്കുക, അതായത് ഇങ്ങനെ പിടിച്ചെത്തിക്കുക. അപ്പം നമ്മുടെ കൈയുടെ ഈ ഒരു ഏരിയ ഇല്ലേ, ഇതേ ഇങ്ങനെ എത്തിക്കുക. റൈറ്റ് സൈഡ് ന്യൂട്രൽ ഏരിയയിലേക്ക് വന്നു. എന്നിട്ട് മേളിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗിയർ ലിവർ കറക്റ്റ് 5ാമത്തെ ഗിയറിലേക്ക് നമുക്ക് ചേർത്തിടാനായിട്ട് കഴിയും. ഇനി നമുക്ക് റിവേഴ്സ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ജസ്റ്റ് താഴോട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അതായത് ഇവിടെ തന്നെ പ്രഷർ കൊടുക്കണം. 5ാമത്തെ ഗിയർ റൈറ്റ് സൈഡിലേക്ക് ബലം കൊടുത്തുകൊണ്ട് താഴോട്ടൊന്ന് വലിക്കുക. എന്നിട്ട് ലിവറിൽ നിന്ന് ഞാൻ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലിവർ നടുക്കോട്ട് വരും. കണ്ടോ? ന്യൂട്രൽ പോയിന്റ് നടുക്കോട്ട് വരും. ഇനി നമുക്ക് റിവേഴ്സ് ഗിയർ കൊടുക്കണം. എന്ത് ചെയ്യണം? ന്യൂട്രലാണ് കിടക്കുന്നതെങ്കിൽ റൈറ്റ് ന്യൂട്രലിൻ്റെ ഏരിയയിലേക്ക് വരുന്നു, താഴോട്ട് വലിച്ചിടുക. കണ്ടോ? റിവേഴ്സ് ഗിയർ വീഴുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രീതി പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ന്യൂട്രൽ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയർ, ന്യൂട്രൽ സെക്കൻഡ് ഗിയർ, കൈ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നു, ജസ്റ്റ് മേലേക്ക് തട്ടുക. ഇപ്പം ന്യൂട്രൽ പോയിന്റ് സെൻറ്ററിൽ വന്നു. തേർഡ്, ഫോർത്ത് ഇടുന്ന സമയത്ത് കൈ ഇത് ഇങ്ങനെ പിടിക്കുക. ഫിഫ്ത്ത് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ന്യൂട്രൽ വരുന്നു, റൈറ്റ് ചേർക്കുന്നു. 5ാമത്തെ ഗിയർ ഇടുന്നു, ന്യൂട്രൽ വരുന്നു. ഇനി റിവേഴ്സ് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്രലിലേക്ക് എത്തുക, റൈറ്റ് സൈഡിലേക്ക് ആക്കുക, റിവേഴ്സ് ഗിയർ ഇടുക. ഇനി നിങ്ങളിത് സ്കിപ്പ് ചെയ്തിടാനായിട്ട് ശ്രമിക്കണം. അതായത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ റിവേഴ്സിൽ കിടക്കാണ്ട് ഫസ്റ്റ് ഇട്ട് നോക്കുക. അതായത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ന്യൂട്രൽ ആക്കുക, ലിവറിനെ ഫ്രീ ആക്കുക. ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സിൽ നിന്ന് ഫസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കി ഇപ്പോൾ റിവേഴ്സിൽ കിടക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ജസ്റ്റ് ഒന്ന് ന്യൂട്രാക്കി കൊടുക്കുക, ഒന്ന് മേളിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ ലിവർ കറക്റ്റ് സെൻറ്റർ വരും. എന്നിട്ട് കൈ ഇങ്ങനെ ചരിച്ച് പിടിക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക, മേളിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ. ഇനി ഫസ്റ്റിൽ നിന്ന് റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക, ലിവർ ഫ്രീ ആക്കുക, കൈ ഇങ്ങനെ പിടിക്കുക, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ റിവേഴ്സിൽ നിന്ന് ഫസ്റ്റിലേക്ക്, ഫസ്റ്റിൽ നിന്ന് റിവേഴ്സിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ 2 ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ചുമ്മാ ഫ്രീ ആയിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് കാല് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്നു, സെക്കൻഡിൽ നിന്ന് ഇങ്ങനെ തേർഡ് ഇടുക. കണ്ടോ? എന്നിട്ട് തേർഡിൽ നിന്ന് വീണ്ടും ഇങ്ങനെ സെക്കൻഡ് ഇടുക, വീണ്ടും സെക്കൻഡിൽ നിന്ന് ഇങ്ങനെ തേർഡ് ഇടുക, തേർഡിൽ നിന്ന് ഇങ്ങനെ സെക്കൻഡ് ഇടുക. അപ്പോൾ എൻ്റെ ഈ കൈ പോകുന്ന മെത്തേഡ് ഉണ്ടോ? ഇതനുസരിച്ച് നിങ്ങൾ സെക്കൻഡും തേർഡും ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. തേർഡ് ഇടുന്നു. ഇനി എന്ത് ചെയ്യണം? തേർഡും ഫോർത്തും ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. തേർഡിൽ നിന്ന് ഫോർത്ത്, ഫോർത്തിൽ നിന്ന് തേർഡ്, തേർഡിൽ നിന്ന് ഫോർത്ത്, ഫോർത്തിൽ നിന്ന് തേർഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വീണ്ടും തേർഡിൽ നിന്ന് ഫോർത്ത്, ഫോർത്തിൽ നിന്ന് ഇനി ഫിഫ്ത്ത് ഇടുക. ന്യൂട്രൽ ഫിഫ്ത്ത്. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ഇടുക, ന്യൂട്രൽ ലിവർ സെൻറ്റർ വരുന്നു, ഫോർത്ത്. ന്യൂട്രൽ റൈറ്റ് ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു, ഫിഫ്ത്ത്. വീണ്ടും ന്യൂട്രൽ സെൻറ്ററിലേക്ക് ലിവർ വരുന്നു, താഴോട്ട് ഇടുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് ഇടാനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക, ന്യൂട്രൽ സെൻറ്റർ വരും. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, മേളിലേക്ക് ഇടുക, ഫിഫ്ത്ത് ഗിയർ വരും. ഇനി ഫിഫ്ത്തിൽ നിന്ന് റിവേഴ്സ് ഫോർത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഈ റൈറ്റ് സൈഡ് തന്നെ പരമാവധി ചേർത്തിട്ട് ഒന്ന് ന്യൂട്രൽ പൊസിഷൻ
പൊസിഷൻ വരിക, കൈ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ലിവർ കറക്റ്റ് നടുക്ക് വരും. എന്നിട്ട് താഴോട്ട് ഇടുക. കണ്ടോ, ഫോർത്തിലേക്ക് വരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ, ഇപ്പോൾ ഫോർത്തിൽ കിടക്കുകയാണെങ്കിൽ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കണം. ഇതേ ന്യൂട്രൽ വരിക, ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ ചേർക്കുക, മേളിലേക്ക് ഇടുക, ഫസ്റ്റ് ഗിയർ. കണ്ടോ, ഇനി ഫസ്റ്റിൽ നിന്ന് ഫോർത്ത് ഇടണം. ന്യൂട്രൽ വരിക, ന്യൂട്രൽ പോയിന്റിൽ പ്രോപ്പറായിട്ട് എത്തി കൈ ഇങ്ങനെ പിടിക്കുക, ഫോർത്ത്. ഇതേ ഫോർത്തിൽ നിന്ന് ഫസ്റ്റിൽ നിന്ന് ഫോർത്ത്. കണ്ടോ, ഇനി വീണ്ടും സെക്കൻഡിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടണോ, ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്തിടുന്നു, റൈറ്റ് സൈഡ് ചേർക്കുന്നു, അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് ദേ ഇങ്ങോട്ട് സെക്കൻഡ് ഗിയർ. അപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്തും ഒക്കെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗിയറിൻ്റെ പൊസിഷൻ നിങ്ങളുടെ കൈ വഴങ്ങും. നിങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ ഇടാനായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസ് നിങ്ങളുടെ ഇടത്തെ കയ്യിൽ ലഭിക്കും. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല. ഗിയർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇടാനും ഗിയർ ഷിഫ്റ്റിംഗിൽ എക്സ്പേർട്ട് ആകാനും നിങ്ങൾക്കിത് സഹായകരം ആകുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. നിങ്ങൾക്ക് ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എഴുതിയിടണം. ഒപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ഒരുമാതിരിപ്പെട്ട വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ചാനലിൽ ഏകദേശം 1000-ന് മുകളിൽ വീഡിയോകളുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സംശയമുള്ള വീഡിയോകൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഗുഡ്സൺ കട്ടപ്പന, ഇനി ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണെങ്കിൽ ഗുഡ്സൺ കട്ടപ്പന ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇനി റിവേഴ്സ് പാർക്കിംഗ് ആണ്, ഗുഡ്സൺ കട്ടപ്പന റിവേഴ്സ് പാർക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി എച്ചിനെ കുറിച്ചാണെങ്കിൽ ഗുഡ്സൺ കട്ടപ്പന എച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. റോഡ് ടെസ്റ്റ് ആണെങ്കിൽ ഗുഡ്സൺ കട്ടപ്പന റോഡ് ടെസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യം എൻ്റെ പേര് വെച്ചൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഏകദേശം ഞാൻ പറഞ്ഞാൽ 1000-ന് മുകളിൽ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും ഞാൻ വളരെ എഫേർട്ട് എടുത്ത് പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലച്ച്, നമ്മുടെ ബ്രേക്ക്, ആക്സിലറേഷൻ്റെ പെഡലിൻ്റെ ആ രൂപങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പരമാവധി എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്താണ് ഓരോ വീഡിയോകളും ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോകളെല്ലാം ഒന്ന് കയറി കാണുക. അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണമാകും. അതുകൊണ്ട് പഴയ വീഡിയോകൾ നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ പുതിയ വീഡിയോകൾ, എൻ്റെ പുതിയ ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്ന ഐഡിയകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന്, വാഹനം ഓടിക്കുന്നവർക്കും ഒക്കെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പേജിലൂടെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടീസിന് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.